ഡിജിറ്റൽ സാങ്കേതികവിദ്യ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി 7ാം ക്ലാസ്സിലെ ദേവശ്രീ ദിലീപ് തയ്യാറാക്കിയ ഒരു വീഡിയോ ഡോക്യുമെൻ്ററിയും വ്ലോഗും. അടിസ്ഥാന പാഠാവലി. കതിർ ചൂടും നാടിൻ പെരുമകൾ. പാഠം 2. കുമ്മാട്ടി. വിളവെടുപ്പിൻ്റെ ആരവത്തോടൊപ്പം മറ്റൊരുണർവിൻ്റെ ആർപ്പുവിളികളും വാദ്യാഘോഷങ്ങളും ഉയരുന്നു. CR രാജഗോപാലൻ കേരള ഫോക്ലോറിൽ കുമ്മാട്ടി എന്ന അനുഷ്ഠാന കലയെപ്പറ്റി എഴുതിയ ചെറിയ ഒരു കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ള കുമ്മാട്ടി എന്ന പാഠഭാഗം. ആ കലാരൂപത്തെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ടീം മലമുഴക്കി ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ദൃശ്യാവിഷ്കാരം ചെയ്യാൻ പോകുന്നത്. പണ്ടത്തെ കർഷകർ കൃഷിപ്പണികൾ കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് നാം കാണുന്ന നാടൻ കലാരൂപങ്ങളിലേറെയും ഇങ്ങനെ രൂപപ്പെട്ടവയാണ്. പാലക്കാട്, തൃശ്ശൂർ, വയനാട് ജില്ലകളിൽ കൊയ്ത്തു കഴിഞ്ഞ് പാടത്തരങ്ങേറുന്ന കലാരൂപമാണ് കുമ്മാട്ടി. തൃശ്ശൂരിൽ ഓണക്കാലത്ത് ആട്ടവും പാട്ടവുമായി കുമ്മാട്ടി ഇന്നും എത്താറുണ്ട്. കേരളത്തിലെ കലകളെ 2 തരത്തിൽ വേർതിരിക്കാം. ഇതിൽ അനുഷ്ഠാന കലകളിൽ പെടുന്നവരാണ് തെയ്യം, തിറ, പൂതം തിറ, കന്യാർകളി, കുമ്മാട്ടിക്കളി തുടങ്ങിയവ. തെക്കൻ മലബാർ പ്രദേശങ്ങളിലും തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലും ഓണത്തോടനുബന്ധിച്ച് സുലഭമായി കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി. വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് കയറിയിറങ്ങി വർണ്ണശലഭമായ മുഖംമൂടികൾ ധരിച്ച് നൃത്തം ചെയ്ത് നടക്കുന്ന ഇവരെ പാലക്കാട് ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് കാൽപ്പനികമായ രീതിയിൽ കാണപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പു വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് ദേശക്കുമ്മാട്ടി. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു. കിഴക്കുംപാട്ടുങ്കര, കുറ്റുമുക്ക്, മരുതൂർ, എവനൂർ, അയ്യന്തോൾ, വിയ്യൂർ, ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത്. ഗ്രാമീണ വീഥികളിലും മുറ്റങ്ങളുമായി അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത്. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തന്മയുടെയും ആചാരസങ്കല്പങ്ങളാണ് ഈ വിനോദകളിക്കുള്ളത്. ഓരോ ദേശക്കുമ്മാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പോയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. ദേഹം മുഴുവൻ പുല്ലുപോലെയും മുഖത്ത് കുമ്മാട്ടിക്കളിയുടെ മുദ്രയായ മുഖംമൂടിയും ധരിക്കുന്നവയാണ് ഈ കലാരൂപത്തിൻ്റെ വേഷം. കൃഷ്ണൻ, നാരദൻ, കിരാതൻ, ദാരികൻ, വേട്ടക്കാർ എന്നിങ്ങനെ പോകുന്നു കുമ്മാട്ടിക്കളിയുടെ കഥാപാത്രങ്ങൾ. ശരീരം മറയ്ക്കാനുള്ള പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ പോയി ശേഖരിച്ചു കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. കുമ്മാട്ടിപ്പുല്ല്. പുല്ലിൽ നെയ്ത വസ്ത്രം ധരിച്ചാണ് കുമ്മാട്ടിക്കളിക്കാർ ചുവട് വയ്ക്കുന്നത്. കുമ്മാട്ടിപ്പുല്ല്, വാഴയില ഇവയിൽ ഏതെങ്കിലും ദേഹത്ത് വച്ചുകെട്ടി ചെണ്ടയുടെ താളത്തിനൊത്താണ് കുമ്മാട്ടികൾ കളിക്കുക. പർപ്പടകപ്പുല്ല് ആണ് കുമ്മാട്ടിപ്പുല്ല് എന്നറിയപ്പെടുന്നത്. ഈ പുല്ല് ഔഷധഗുണമുള്ളതാണ്. ഇതിന് സുഗന്ധവുമുണ്ട്. കൂടുതൽ ഓക്സിജൻ പ്രവഹിക്കാൻ ഈ പുല്ലുകൾക്ക് കഴിയുന്നതുകൊണ്ടാണ് കുമ്മാട്ടി വേഷക്കാർ ഈ പുല്ല് തന്നെ വച്ചുകെട്ടുന്നത്. സാധാരണ പുല്ലാണ് കെട്ടുന്നതെങ്കിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയാൽ ശ്വാസം വിടാൻ തന്നെ പ്രയാസമായിരിക്കും. അസഹനീയമായ ചൊറിച്ചിലുമുണ്ടാകും. തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന പുല്ല് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വയ്ക്കുന്നു. പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല 2 ഭാഗത്തേക്കും അടുക്കി വച്ച് കാഞ്ഞിരവള്ളി കൊണ്ടാണ് മെടയുന്നത്. ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടുകയും ചെയ്യും. മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു. കാലിലും കൈയിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നതാണ് കണക്ക്. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായ മുഖാവരണം വയ്ക്കുന്നു. കുമ്മാട്ടിമുഖം. കുമ്മാട്ടികൾക്ക് നല്ല ഭംഗിയുള്ള മുഖംമൂടിയാണുള്ളത്. ആദ്യകാലങ്ങളിൽ കവുങ്ങിൻ പാളയായിരുന്നു മുഖംമൂടി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത്. പാളയ്ക്ക് ക്ഷാമം വന്നതോടെ മുരുക്ക് പോലുള്ള ഭാരം കുറഞ്ഞ തടി ഉപയോഗിച്ച് മുഖംമൂടി ഉണ്ടാക്കാൻ തുടങ്ങി. പാളയിൽ കരിയും ചെങ്കല്ലും ഉപയോഗിച്ചാണ് നിറങ്ങൾ നൽകിയിരുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് കൃത്രിമ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. കുമ്മാട്ടി വേഷങ്ങൾ. തള്ള കുമ്മാട്ടി, ശ്രീകൃഷ്ണൻ, ശിവൻ, കിരാതൻ, ദാരികൻ, നാരദൻ, മഹാബലി, മഹാവിഷ്ണു, പളുങ്കുവയറൻ, ബാലി, സുഗ്രീവൻ, ഹനുമാൻ, പന്നി തുടങ്ങി അനേകം വേഷങ്ങൾ കുമ്മാട്ടിക്കളിയിലുണ്ട്. കുമ്മാട്ടി വേഷക്കാർ പാടാറില്ല. സംഘത്തിലുള്ള മറ്റുള്ളവരാണ് പാടാറ്. ഓരോ സംഘത്തിലും 5ഓ 6ഓ കുമ്മാട്ടികളും സംഘനേതാവായി തള്ളയും ഉണ്ടാകും. 4-5 പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന 2ഓ 3ഓ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി. ഓണവില്ല് എന്ന കേരളത്തിൻ്റെ തനതായ വാദ്യോപകരണത്തിൻ്റെ സഹായത്തോടെയാണ് കുമ്മാട്ടിക്കളി എന്ന നൃത്താവരണം അവതരിപ്പിക്കുന്നത്. കവുങ്ങിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വില്ലും അതിൽ കെട്ടിയ കമ്പികളെ കെട്ടാൻ മറ്റൊരു നേരിയ മുളക്കമ്പുമാണ് ഉപയോഗിക്കുന്നത്. കുമ്മാട്ടിക്കളിയുടെ പ്രമേഹങ്ങൾ രാമായണം, ദാരികാവധം, ശിവപുരാണം തുടങ്ങിയവയിൽ നിന്നും വഞ്ചനാരുടെ പാട്ടുകളിൽ നിന്നും എടുക്കുന്നതാണ്. പലപ്പോഴും കലാകാരന്മാർ കയ്യിലേന്തുന്ന നീണ്ട കോലിൽ പിന്നീട് കാർഷിക വിളവിൻ്റെ ഒരു ഭാഗത്തിനെ കുമ്മാട്ടിക്കളി എന്ന പേരിൽ വിളിക്കുന്നു. ഇതിൽ നിന്നുമാണ് ഈ കലാരൂപത്തിന് ഈ പേര് വിളിച്ചു വരുന്നതെന്നും വിശ്വസിക്കുന്നു.
ശിവപുരാണത്തെ ബന്ധപ്പെട്ടാണ് ഈ കലാരൂപത്തിൻ്റെ ഐതിഹ്യം. തമ്മ എന്ന വൃദ്ധയായ സ്ത്രീയെ ജഗത്തിലെ സർവ്വ ചരാചരങ്ങളുടെയും അമ്മയായാണ് സങ്കല്പിക്കുന്നത്. കുമ്മാട്ടി കലാകാരന്മാർ വീടുകൾ തോറും കയറിയിറങ്ങി അരിയും നെല്ലും മറ്റു കാണിക്കകളും സ്വീകരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്തു വച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത്. വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണവും പരസ്യമാകാതിരിക്കാനാണിത്. ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴച്ചെപ്പാണ് വേഷം. കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിലേക്ക് പോയി നാളികേരം ഉടയ്ക്കുന്നു. കിഴക്കുംപാട്ടുംകര കുമ്മാട്ടി സംഘം പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികൾ ഉണ്ടാകും. അവരാണ് വേഷം കെട്ടി നൃത്തമാടുക. ഔപചാരികമായ അഭ്യാസക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുത്തിരിക്കും. തിത്തോം ത്രിമതോം തെയ്യന്തോം എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായ പിടിക്കുന്ന പന്നി പറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ്. കുമ്മാട്ടി വേഷം കെട്ടി തപ്പും തുടിയും കിണ്ണവുമൊക്കെ കൊട്ടി കുട്ടികൾ പാടുന്ന ഒരു പാട്ടുണ്ട്. അതാണ് ഇത്. കുണ്ടൻ കിണറ്റിൽ കുറുവടി പോയാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി, പൊക്കത്തിലുള്ളൊരു വാളൻ പുളിങ്ങ എത്തിച്ചു പൊട്ടിക്കും കുമ്മാട്ടി. ഇനി നമുക്ക് ഇത്രയും അറിവുകൾ പകർന്നു തന്ന CR രാജഗോപാലനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് കേൾക്കാം. CR രാജഗോപാലൻ 1957 മുതൽ 2022 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ്. എഴുത്തുകാരനും ഫോക്ലോർ ഗവേഷകനും ആയിരുന്നു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലും കേരള സർവകലാശാലയിലും അധ്യാപകനായിരുന്നു. നാട്ടറിവ് പഠനത്തിൻ്റെ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഗോത്ര കലാവടിവുകൾ, ദേശ സൗന്ദര്യബോധം, മുടിയേറ്റ്, നാടോടി നേരരങ്ങ്, കാവേറ്റം, നാടൻ കലാപഠനങ്ങൾ, ഫോക്ലോർ സിദ്ധാന്തങ്ങൾ, തണ്ണീർപന്തം, ഞാറ്റുവേലയ്ക്ക് പൊട്ടുകുത്തണ്ട, കൃഷിഗീതവും ഭക്ഷണ സുരക്ഷയും തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. DC ബുക്സിൻ്റെ നാട്ടറിവുകൾ എന്ന പുസ്തക പരമ്പരയുടെ എഡിറ്ററായിരുന്നു. കേരള ഫോക്ലോർ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ ഇത്രയും നേരവും കേട്ടുനിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ഇതുപോലെ നമ്മൾ അറിയാതെ പോയ നാടൻ കലാരൂപങ്ങളെപ്പറ്റി അടുത്തറിയാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട നല്ലവരായ കൂട്ടുകാരെ, എൻ്റെ വീടിനടുത്തുള്ള ചെറിയൊരു വഴിയിലേക്ക് നമുക്ക് ചെറിയൊരു യാത്ര പോയാലോ? അപ്പോൾ നമ്മുടെ യാത്ര നമുക്ക് തുടങ്ങാം അല്ലേ? എൻ്റെ വീട് കഴിഞ്ഞ് അടുത്ത് ഇതുപോലെ ഒരു റബ്ബറും കാടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതോ അതാണ് നമ്മൾ പോകാൻ പോണ വഴി. നമുക്ക് പോകാം. അപ്പോൾ ഇതാ ഒരു കിണറൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോവും. കണ്ടോ, റബ്ബറും തോട്ടം എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ റബ്ബർ മാത്രമല്ല കേട്ടോ, എല്ലാ ഇതും ഉണ്ട്. റബ്ബറുണ്ട്, തെങ്ങ്, പ്ലാവ്, മാവ് എല്ലാം ഉണ്ട്. കണ്ടോ, കുരുമുളകൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നൊരു വഴിയുണ്ട്. നമ്മൾ വന്ന വഴി കയറുന്നത് ഇതുപോലെ ഉള്ളൊരു സ്ഥലത്താണ്. അവിടെ ഒരു വഴിയുണ്ട്. വഴിയിലോട്ട് നടക്കാം. ഇവിടെയും നല്ലൊരു തോട്ടമുണ്ട്. പക്ഷേ ഇത് റബ്ബറിൻ്റെ തോട്ടമൊന്നും അല്ല കേട്ടോ, നല്ല വേറൊരു തോട്ടമാണ്. കണ്ടോ, അതുപോലെ ഇവിടെ ഈ ഒരു റോഡ് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ മുന്നിലോട്ട് പോവുകയാണെങ്കിൽ ഒരു റോഡാണ് കേട്ടോ. അത് ടാറിട്ട റോഡാണ്. എന്നതാ കണ്ടോ, ഇത് പണ്ടത്തെ ഒരു തറവാടൊക്കെ ആയിരുന്നു. കിഴക്കതി എന്നാണ് ഈ ഒരു തറവാടിൻ്റെ പേര് വന്നിട്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ തേനീച്ചക്കൂടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകണം. നമുക്ക് ഇവിടെ നിന്ന് കാണാം. കണ്ടോ, ഇതാണ് കിഴക്കതി വീട്. പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, അതായത് ഈ കിഴക്കതി വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലൊരു വലിയ പുളിമരം നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇവിടെ ഒരു പൊത്തൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പണ്ട്, അതായത് ഈ കിഴക്കതി വീട് പഴയ തറവാട് എല്ലാവരും താമസിച്ചിരുന്ന, ഇപ്പോൾ ആരും താമസിക്കുന്നില്ല, താമസിച്ചിരുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്നാണ് എല്ലാ ആൾക്കാരും ഇപ്പോഴും എല്ലാ ആൾക്കാരും പുളിയൊക്കെ പറക്കിക്കൊണ്ടുപോയി കുത്തി ഉണക്കി എടുക്കുന്നത്. അതുപോലെ ഇവിടെ ഒരുപാട്, അതായത് ഈ ഒരു ഗ്രാമത്തിലുള്ള പഴയ ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോണ വയലും എല്ലാം തന്നെയും ഈ ഒരു വീട്ടിലെ ആൾക്കാരൊക്കെ കൃഷി ചെയ്തിരുന്നതാണ്. അതുപോലെ ഇവരുടെ സ്ഥലത്തൊക്കെ പണ്ട് ആൾക്കാർ കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് ഒരുപാട് മരങ്ങളുണ്ട്. കണ്ടോ, തെങ്ങ്, അടയ്ക്ക എല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ വെട്ടിയിട്ടേക്കുക കണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ വന്ന ആ ഒരു വഴി, അതിന് വേറൊരു വഴി. അപ്പോൾ അത് ഇതാണ്. ഈ വഴി കൂടെയാണ് നമ്മൾ നമ്മുടെ വയലിലൊക്കെ പോണതാ കണ്ടോ. ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ വയലിലേക്ക് പോവുക. വേറൊരു വഴി ഉണ്ടെങ്കിലും ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വഴി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടോ കുറേ ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ ഔഷധ ഗുണമുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്. കാട്ടിഞ്ചി അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നല്ല വീതി ഉണ്ടെങ്കിലും പോകെ ഇതിൻ്റെ വീതി കുറഞ്ഞ് വരുന്നുണ്ട്. അത് ഈ കാടും അതെല്ലാം കൂടെ. അതായത് കണ്ടോ കുരുമുളകാണ്. ഈ ഒരു തെങ്ങാണോ അത് മഹാഗണിയാണ് കേട്ടോ, കാണാൻ പറ്റില്ല. മഹാഗണിയും കവുങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. ഇതാ ഒരു വീടിൻ്റെ ആ ഒരു സ്ഥലമാണ്. അവിടെ മുളയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഒരു മാവ് കണ്ടോ, നല്ല വീതിയുള്ള മാവ്. നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പുളി ഇതുപോലെ മാവ് ഒന്നും നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലാണ് അതിൻ്റെ വണ്ണം. ഇതും ഒരു മാവായിരുന്നു, പക്ഷെ അത് വെട്ടിപ്പോയി. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലൊക്കെ വന്നാൽ നമ്മളിങ്ങനെ ഓണത്തിന് അത്തം വെക്കാനുള്ള പൂക്കളൊക്കെ പറിക്കാറ്. ഈ പൂവ് അതുപോലെ ഒരുപാട് പൂക്കളൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് പോയി അത്തം വയ്ക്കാറുണ്ട്. എനിക്കൊന്ന് വേണമെങ്കിൽ തിരുവോണത്തിന് വരെ നമുക്ക് ഇവിടുന്ന് അത്തം വയ്ക്കാനുള്ള പൂക്കൾ പറിക്കാം. അത്രത്തോളം പൂക്കൾ ഇവിടെ വിരിയാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് കാട്ടുതെറ്റിയാണ്. നമ്മുടെ നാട്ടിൽ അതേ തെറ്റി അത് കണക്ക് തന്നെയാണ്, പക്ഷേ അതിനെക്കാട്ടിയും ഇച്ചിരി കൂടി വലിപ്പം കുറവാണെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ വയലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് കണ്ടോ ഫുള്ള് നല്ല അടിപൊളി പച്ച വിരിച്ച് കിടക്കുകയാണ് കണ്ടോ. നല്ല രസത്തിൽ ഇവിടെ ഒരു വഴിയായിരുന്നു, അപ്പോൾ അത് പുല്ല് കാരണം അടഞ്ഞു പോയി. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് ഒരു തോടായിരുന്നു. പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ വേസ്റ്റ് കൊണ്ടിട്ടു. അതുപോലെ കൃഷിയൊന്നും ഇല്ല. അതുപോലെ ഇപ്പോൾ ആരും അങ്ങനെ പോകാറില്ല. ഇതൊന്നും ഇപ്പോൾ നോക്കാറില്ലാത്തതുകൊണ്ടൊക്കെ ഇവിടെ ഇപ്പോൾ ആ ഒരു തോട് തന്നെ അടഞ്ഞു പോയി. ഇപ്പം നമുക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കണ്ട് കളിച്ച് വളർന്ന ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ടൊരു ഒരു വിഷമം നമുക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ വരും കണ്ടോ. ഇതുപോലെ പുല്ലൊക്കെ നിൽക്കുകയാണ്. എന്നാലും ഒരു ചെറിയ ഒരു ഇടവുണ്ട്. പിന്നെ ഇത് കണ്ടോ, നല്ല നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം അവിടെ അങ്ങനെ വലുതായിട്ടൊന്നും തന്നെയും ഇല്ല. ഇപ്പം മരച്ചീനി അതുപോലെ വാഴ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്, അത് വിളകളൊക്കെയാണ് ഉള്ളത് കണ്ടോ. പിന്നെ ഇത് ചാലാണ്. ഇപ്പം അങ്ങനെ വലിയ മഴയൊന്നും പെയ്യാത്തതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത. അല്ലെങ്കിൽ ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ടാവും. അതുപോലെ നല്ല കണക്ക് മീനൊക്കെ ഉണ്ടാവും. ഇതുപോലെ കണ്ടോ. ഇവിടുന്ന് ഇവിടെയൊക്കെ നല്ല കണക്കൊരു ഇവിടുന്നൊക്കെയാണ് ഇതിൻ്റെ വെള്ളമൊക്കെ വരിക. പിന്നെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കണ്ടോ നടന്ന് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ വയലെത്തി കണ്ടോ. ഇവിടെ ഫുള്ള് മരച്ചീനിയാണ്. അതുപോലെ ഇവിടെ മരച്ചീനി കൃഷി ചെയ്തു, ഇപ്പോൾ നട്ടിട്ടേക്കാണ്. പിന്നെ ഇവിടെയൊക്കെ അടിപൊളി ഒരു കിണറൊക്കെ ഉണ്ട്. ഇത് കണ്ടോ തെങ്ങ്. നമ്മൾ പോണ നടപ്പാത ഇതുപോലെ നമുക്കിങ്ങനെ പോയി പിന്നെ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പച്ച വിരിച്ച് കിടക്കുകയാണെങ്കിൽ കണ്ടോ.